ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NTPC ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടിയുള്ള മാത്സിൻ്റെ ക്ലാസ്സുകളുടെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. റേഷ്യോ പ്രപ്പോർഷൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പെയുള്ള ക്ലാസ്സുകളിൽ റേഷ്യോ പ്രപ്പോർഷൻ എന്താണെന്നും റെയിൽവേ ലെവലിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെ കാണുക. ഇന്ന് തന്നെ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു റേഷ്യോ പ്രപ്പോർഷൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റും ഇതിൻ്റെ ക്ലാസ് നോട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി 2 ഡേയ്സ് നമ്മൾ റെയിൽവേക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. NTPC ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടിയുള്ളത്. ബാക്കി റെയിൽവേ എല്ലാ എക്സാംസിനും യൂസ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ആ ഒരു പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റ് കാണാത്തൊരു പ്ലേലിസ്റ്റ് കാണുക. സെപ്പറേറ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും റെയിൽവേക്ക് RRB NTPC ഗ്രൂപ്പ് ഡി ആ ഒരു ചാപ്റ്ററിൻ്റെ പേരും വെച്ചിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സിംഗിൾ വീഡിയോ ആകുന്നതിനേക്കാളും ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ നിന്നും എക്സാം എഴുതുന്ന എല്ലാവർക്കും. ഓക്കെ, സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. എല്ലാം കണ്ടിട്ടില്ലാത്തവർ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ. എന്താണ് പ്രപ്പോർഷണൽ എന്ന് നോക്കാം. പ്രപ്പോർഷണൽ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ റെയിൽവേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് എടുത്ത് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, പ്രപ്പോർഷണൽ എന്താണെന്ന് നോക്കാം. പ്രപ്പോർഷണലിൽ വരുന്ന 4 പ്രപ്പോർഷൻസ് ആണ്. ഫസ്റ്റ് പ്രപ്പോർഷണൽ, സെക്കൻഡ് പ്രപ്പോർഷണൽ, അതുപോലെ തേർഡ് പ്രപ്പോർഷണൽ ഉണ്ട്, അതുപോലെ ഫോർത്ത് പ്രപ്പോർഷണൽ ഉണ്ട്. അപ്പോൾ എന്താണ് പ്രപ്പോർഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഫസ്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപ്പോർഷൻ അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയും. ഫസ്റ്റ് പ്രപ്പോർഷൻ നിങ്ങൾ കാണുന്നതായിരിക്കും. ഫൈൻഡ് ദ ഫസ്റ്റ് പ്രപ്പോർഷൻ. ഫസ്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് റേഷ്യോ എ പ്രപ്പോർഷണൽ ടു ബി റേഷ്യോ സി എന്ന് വെച്ചു. ഈ എക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എ ഈക്വൽ ടു അർത്ഥം എക്സ് ബൈ എ ഈക്വൽ ടു ബി ബൈ സി. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എ ബി ബൈ സി ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് പ്രപ്പോർഷനായിട്ട് എഴുതുന്നതിലുള്ള ആദ്യത്തെ എലമെൻറ്റ്. ഇനി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തരും, എക്സ് റേഷ്യോ 3 പ്രപ്പോർഷണൽ ടു 4 റേഷ്യോ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ നിന്ന് 3 ഇതേ റിലേഷനാണ് 4ൽ നിന്ന് 6 4നെ 6 ആവാൻ വേണ്ടി എത്ര കൊണ്ടാണ് വിളിച്ചേക്കുന്നത്? ഇത് ജനറൽ വഴിയിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 4/6 × 3 എന്ന് കിട്ടും. അതായത് 4/2 2 എന്ന് കിട്ടും. 12/6 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ വഴി അനുസരിച്ച് എന്ത് ചെയ്യാം? നമ്മൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് 3 അതേ ബന്ധമാണ് 4ൽ നിന്നും 6 അപ്പോൾ 4ൽ നിന്ന് 6 ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്? 2:3 ആണ് അല്ലേ? 4നെ 6 ആവാൻ വേണ്ടി 2:3 അല്ലേ? 2 വെട്ടുമ്പോൾ റേഷ്യോ 2:3 ആണ്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3 ആണ്. ഇവിടെ 3 വന്നാൽ ഇവിടെ എത്ര വരത്തുള്ളൂ? എക്സിൻ്റെ വാല്യൂ 2 വരത്തുള്ളൂ. ഇപ്പോൾ റിലേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് പറഞ്ഞത്. ക്ലാസ് മുന്നത്തെ ക്ലാസ് കണ്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ് മുതൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് പഠിച്ചു വരിക. ഓക്കെ, അടുത്ത ഫോർത്ത് പ്രൊപ്പോർഷൻ നോക്കാം. ഫസ്റ്റ് പ്രൊപ്പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഫോർത്ത് പ്രൊപ്പോർഷൻ നോക്കാം. ഫോർത്ത് പ്രൊപ്പോർഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ എഴുതുവാണ് എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു എ ബി സി ഈസ് ടു എക്സ്. ഇപ്പോൾ ഈ എക്സിനെയാണ് നമ്മൾ നാലാമത്തെ, ഇത് ഒന്നാമത്തെ ആണെങ്കിൽ ഇത് നാലാമത്തെയാണ്. നാലാമത്തെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബൈ ബി. എക്സ് എന്ന് പറഞ്ഞാൽ എളുപ്പവും എ ബൈ ബി ഈക്വൽ ടു സി ബൈ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു സി ബൈ എ ആണ്. നമ്മൾ ഫോമുല വെച്ചായിരിക്കത്തില്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തരുവാണെങ്കിൽ 14/28 പ്രപ്പോർഷണൽ ടു 42/എക്സ് ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 14, 28 ആൻഡ് 42. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ച് പേര് എന്ത് ചെയ്യും? ഫോമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു സി 28 × 42/14. ഇത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും 2 × 42 84 നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്നാൽ നമ്മുടെ പ്രപ്പോർഷൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാം. ഇവിടെ 14 × 28 ആയാൽ 42 എത്ര ആവും? 14 × 28 2 മടങ്ങ്. 42 2 മടങ്ങ് തന്നെ ആവത്തുള്ളൂ. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 84. അല്ലെങ്കിൽ 14 42 ആയി, 28 എത്ര ആവും? 14 × 3 ആണ് 42, 28 × 3 84. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ ടേംസ് നിങ്ങൾ കാണും. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ എന്താണ് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്? എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു ബി ഈസ് ടു സി. കഴിഞ്ഞ ക്ലാസ് കാണുക കേട്ടോ. ബി സി അങ്ങനെയാണെങ്കിൽ എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ബൈ സി. ഇതിനാണ് നമ്മൾ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. ബി എന്ത് ചെയ്യുന്നു? രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ എ ഈസ് ടു ബി പ്രൊപ്പോർഷണൽ ടു ബി ഈസ് ടു സി എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. മീൻ പ്രൊപ്പോർഷൻ
സി എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ തേർഡ് പ്രൊപ്പോർഷൻ. എയും ബിയും സിയും എല്ലാം ഉള്ളൂ. ബി ഇവിടെ രണ്ടു വട്ടം വരുന്നു. സി ആണ് നമ്മൾ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. തേർഡ് പ്രൊപ്പോർഷൻ. ഇവിടെ എയും ബിയും സിയും ഉണ്ടെങ്കിൽ 1, 2, 4 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇത് കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? 1/2 ഈക്വൽ ടു 2/4 ആണ്. ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ബിക്ക് പകരമാണ്. ഈ 2-നെയാണ് നമ്മൾ എന്ന് പറയുന്നത് മീൻ പ്രൊപ്പോർഷൻ എന്നും പറയുന്നത്. ഇനി മീൻ പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ. ഓക്കെ. അപ്പോൾ ഇനി മീൻ പ്രൊപ്പോർഷണൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ചെയ്യും. മീൻ പ്രൊപ്പോർഷണൽ. ഓക്കെ, മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് ഇപ്പോൾ എ റേസ് ടു എക്സ് പ്രൊപ്പോർഷണൽ ടു എക്സ് റേസ് ടു ബി ആണെന്ന് വെച്ചോ. ഇവിടെ എക്സ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ a/x ഈക്വൽ ടു x/b ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു a/b ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുക, റൂട്ട് a b. മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ രണ്ട് നമ്പർ തന്നിട്ട് എക്സാമ്പിൾ 4-ന്റെയും 9-ന്റെയും മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ മീൻ പ്രൊപ്പോർഷൻ ഇപ്പോൾ എക്സ് ആണെങ്കിൽ റൂട്ട് ഓഫ് 4 × 9. ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുത്താൽ മതി. 6 ആയിരിക്കും 4-ന്റെയും 9-ന്റെയും മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി തേർഡ് പ്രൊപ്പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തേർഡ് പ്രൊപ്പോർഷൻ അപ്പോൾ ഇത് പഠിക്കേണ്ട അത്യാവശ്യമാണ്. തേർഡ് പ്രൊപ്പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ a/b, b/x. ഈ മൂന്നാമത്തെ ഇതിനെയാണ് നമ്മൾ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? a/b ഈക്വൽ ടു b/x ആണ്. b² a ആയിരിക്കും നമ്മളുടെ തേർഡ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ 3 നമ്പർ തന്നിട്ട് തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ 4, 5 രണ്ട് നമ്പർ ഇതിൻ്റെ തേർഡ് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 5-ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4. 3 നമ്പറിൽ 2 നമ്പർ. അപ്പോൾ ഈ നമ്പർ 2 വട്ടം വരും. a/b ഈക്വൽ ടു b/x. ഇതാണ് തേർഡ് പ്രൊപ്പോർഷൻ. b² a. രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ഫസ്റ്റ് നമ്പർ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് തേർഡ് പ്രൊപ്പോർഷനിൽ കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് നോക്കി വെക്കാനുള്ള, ഓർത്തിരിക്കാനുള്ള കുറച്ച് ട്രിക്കുകൾ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റും ഫോർത്ത് പ്രൊപ്പോർഷനും ഉണ്ടെങ്കിൽ 3 ടേംസ് ആയിരിക്കും ഉള്ളത്. ഫസ്റ്റ് പ്രൊപ്പോർഷൻ കുഴപ്പമില്ല. x/a പ്രൊപ്പോർഷണൽ ടു b/c. ഇതാണ് ഫസ്റ്റ് പ്രൊപ്പോർഷൻ. അങ്ങനെ ചോദിക്കാറില്ല. ഫോർത്ത് പ്രൊപ്പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a/b പ്രൊപ്പോർഷണൽ ടു c/x. ഇങ്ങനെയാണെങ്കിൽ ഇത് ഫോർത്ത് പ്രൊപ്പോർഷനാണ്. ഇനി 2 ടേംസ് ഉള്ളെങ്കിൽ അത് സെക്കൻഡ് പ്രൊപ്പോർഷനോ അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ. സെക്കൻഡ് പ്രൊപ്പോർഷനിലാണ് നമ്മൾ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. a/x/b. അങ്ങനെയാണെങ്കിൽ a/x ഈക്വൽ ടു x/b ആണ്. ഇതിൽ x ആണെന്ന് പറയുന്നത് നമ്മുടെ മീൻ പ്രൊപ്പോർഷൻ. x² ഈക്വൽ ടു ab ആണ്. x എന്ന് പറഞ്ഞാൽ റൂട്ട് ab ആണ്. നിങ്ങൾക്ക് ഇത് സ്പീഡ് കുറച്ച് കാണുമെങ്കിൽ സ്പീഡ് കുറച്ച് കാണാം. കണ്ടന്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് റൂട്ട് ab ആണ് മീൻ പ്രൊപ്പോർഷൻ. ഇനി തേർഡ് പ്രൊപ്പോർഷൻ എങ്ങനെ? തേർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എയും ബിയും എക്സ് ആണ് തേർഡ് പ്രൊപ്പോർഷൻ എങ്കിൽ a/b ഈക്വൽ ടു b/x ആയിരിക്കും. തേർഡ് പ്രൊപ്പോർഷൻ എക്സ് എന്ന് പറഞ്ഞാൽ b² a. രണ്ടാമത്തെ സ്ക്വയർ a ബൈ ആദ്യത്തെ നമ്പർ. ഓക്കെ. ഇത്രയാണ് നമ്മളുടെ പ്രൊപ്പോർഷണൽസിനെ പറ്റി നമ്മൾ തിയറി ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതെങ്ങനെ ക്വസ്റ്റിനകത്ത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് 16 and 144. രണ്ട് നമ്പേഴ്സിൻ്റെ മീൻ പ്രൊപ്പോർഷൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് 16 × 144 ആണ്. 16-ന്റെ റൂട്ട് 4-ഉം 144-ന്റെ റൂട്ട് 12-ഉം 12 4 48. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ടും എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ബേസ് മുതൽ മാത്സ് പഠിക്കും. 16-ന്റെ 147. ഇപ്പോൾ റൂട്ട് ഓഫ് 16 4 വരും. റൂട്ട് 147 12 വരും. കാൽക്കുലേഷൻ ഡെയിലി എക്സസൈസ് ചെയ്താൽ എങ്കിലേ മൈൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The mean proportional between the number p and q is 8. Which of the following pairs of numbers can be the value of p and q? Mean proportional 8 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 8-ന്റെ സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ റൂട്ട് ഓഫ് ആ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആണ് 8 എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോഡക്റ്റ് 8 സ്ക്വയർ റൂട്ട് പറഞ്ഞെങ്കിൽ പ്രോഡക്റ്റ് എന്ത് വന്നാൽ പറ്റും? 64. 64-ന്റെ റൂട്ടാണ് 8 എന്നത്. അപ്പോൾ പി ഇൻറ്റു ക്യൂ എന്തായിരിക്കണം? 64 ആയിരിക്കണം. ഇവിടെ 16 × 12 64 16 4 64 ഇത് പോസിബിൾ ആണ്. ഓപ്ഷൻ ബി എന്നാണ് പോസിബിൾ ആണ്. നമുക്കിങ്ങനെ പറയാം 16 8 4 എന്തായിരിക്കും? ഇത് മൂന്നും എന്തായിരിക്കും? പ്രൊപ്പോർഷനിലായിരിക്കും. 16 8 4. ഓക്കെ. 16 4. 16 4 8 ആണ് നമ്മുടെ മിഡിൽ വരുന്നത്, മീൻ പ്രൊപ്പോർഷനായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ 16/8 ഈക്വൽ ടു 8/4 ആണ്. ഇതാണ് കണ്ടീഷൻ. അന്ന് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കാം. ബേസിക് കൺസെപ്റ്റ് പറയാം. ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ടു 60 and 90. ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത്? ബേസിക് കൺസെപ്റ്റ് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും വരുന്നത്? 60 90
ഇവിടെ എന്ത് വരും? 60 90 ഇവിടെ എന്ത് വരും? അപ്പോൾ 60 90 ആവാൻ റേഷ്യോ എത്ര? 2:3 ആണ്. ഇത് 2 ആണെങ്കിൽ ഇത് 3 ആണ്. അപ്പോൾ ഇനി ഇതേ റേഷ്യോ ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇത് 2 ആണെങ്കിൽ ഇവിടെ 3 വരണം. 90 എന്ന് പറഞ്ഞാൽ 2ൻ്റെ വാല്യൂ 90 ആണെങ്കിൽ 3ൻ്റെ വാല്യൂ 2 90 ആണെന്ന് പറഞ്ഞാൽ എത്ര? 45 ഗുണിക്കുന്ന 3 എന്ത് ചെയ്യണം? 45 ഗുണിക്കണം 135. ഓപ്ഷൻ സി കിട്ടും. അല്ലാതെ നമ്മുടെ ഫോമുല വെച്ചാണെങ്കിൽ എ ബി 2 നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ തേർഡ് പ്രൊപ്പോർഷണൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് നമ്പർ 60 90 90ൻ്റെ സ്ക്വയർ ബി സ്ക്വയർ ബൈ എ ആണ്. 90 × 90 ബൈ 60 എന്ത് കിട്ടും? ബൈ 6 60 ചുറ്റുമ്പോൾ ഇവിടെ നമുക്ക് 3 കിട്ടി. ഇവിടെ നമുക്ക് 45 45 × 3 135. ഇങ്ങനെ ചെയ്യാം. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 60ഉം 90ഉം. അപ്പോൾ അടുത്ത നമ്പർ എന്താണ്? 90 തന്നെയാണ്. ഈ വാല്യൂ എന്താണ്? തേർഡ് പ്രൊപ്പോർഷൻ. നമ്പർ രണ്ടും ഇത് സെയിം ആണ്. പഠിക്കാം. 2 × 3 ആണ്. ഇത് 2 × 3 ആണ്. 2:3 ആണ്. ഇത് 2:3 ആണ്. 2ൻ്റെ വാല്യൂ 3ൻ്റെ വാല്യൂ. അപ്പോൾ 90 2 ആണെങ്കിൽ 3 എത്ര? 135. 45 × 3. കാൽക്കുലേഷൻ സ്പീഡ് ആക്കാതെ നമുക്ക് ഈ 45 × 3 ഫാസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം അത് ഡെയിലി എഴുതുക, പഠിക്കുക. അതിനുള്ള ക്ലാസ്സുകൾ കണ്ട് സെറ്റ് ആക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ളത്. ഫോർത്ത് പ്രൊപ്പോർഷണൽ ടു 4 9 12. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പല വഴിയിൽ ചെയ്യാം. 4 ൽ നിന്ന് 12 ആയി. 9 ൽ നിന്ന് എത്ര ആയി? 4:9 പ്രൊപ്പോർഷണൽ ടു 12 നമുക്ക് വേണ്ടുന്ന വാല്യൂ ആണ്. 4 ൽ നിന്ന് 12 ആയാലും 9 ൽ നിന്ന് എത്ര ആവും? 4 × 3 ആണ്. 9 × 3 27. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ 4/9 = 12/x ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 × 9/4 3 × 9 27. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. 4:9 പ്രൊപ്പോർഷണൽ ടു 12:x ആണെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ആദ്യത്തിൻ്റെ അവസാനത്തിൻ്റെ പ്രോഡക്റ്റ് ഇടയ്ക്കുള്ള പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അതായത് A:B പ്രൊപ്പോർഷണൽ ടു C:D ആണെങ്കിൽ A/B = C/D ആണ്. A × D = C/B ആണ്. അതായത് ആദ്യത്തെ അവസാനത്തെ പ്രോഡക്റ്റ് നടുക്കത്തെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ആദ്യത്തെ അവസാനത്തെ പ്രോഡക്റ്റ് 4x = 12 108 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? 108/4 27. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നോക്കി പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാം. ഇനി ഫസ്റ്റ് പ്രൊപ്പോർഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ 4 9 12 ഫസ്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇവിടെ ഉള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എക്സിൽ നിന്ന് ഇതായി, 4 ൽ നിന്ന് ഇതായി. അപ്പോൾ 4 ൽ നിന്ന് 12 ആയാൽ 3 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ എന്തിനെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 വരും. 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ഫസ്റ്റ് പ്രൊപ്പോർഷനിലാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യും. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. ഫൈൻഡ് ബി ഇഫ് 256 ബി ആൻഡ് 324 ആർ ഇൻ കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? 256 ബി 324 കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീൻ ആയിരിക്കും അല്ലേ? 256/b = b/324 എന്നുവെച്ചാൽ മീൻ പ്രൊപ്പോർഷൻ ആണ്. √256. ഇതൊക്കെ വേണോ? പേന വേണോ? 324. 256 √ 16 324 √ 18 8 × 6 48. യൂണിറ്റ് 8 വരും എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഉള്ളൂ. ഇത് നോക്കി പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. കണ്ടിന്യൂഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ബി എന്ന് പറഞ്ഞ മീൻ പ്രൊപ്പോർഷൻ ആണ്. √256 16 ആണ്. √324 18 ആണ്. 8 6 48. യൂണിറ്റ് 8 വരും. ആ രണ്ട് ഓപ്ഷൻ ഉണ്ട്. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 2 8 × 16 ഉണ്ട്. 18. ഇവിടെ 9 ഉണ്ട്. ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 16 കൊണ്ട് 18 മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത ദിവസം ചെയ്തേ. Yes. P is the third proportion. Okay. എന്ത് ചെയ്യാം? X and Y are in direct proportion and Y തന്നിട്ടുണ്ട്, X തന്നിട്ടുണ്ട്. What will be the value of Y when X = 60? അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? X and Y are in direct proportion and Y is 92.5 when X = 37. X 37 ആകുമ്പോൾ Y എത്രയാണ്? 92.5 ആണ്. X 16 ആകുമ്പോൾ Yയുടെ വാല്യൂ എത്താം. അത്രേ ഉള്ളൂ. 37-ന് Y ഇത്രയാണെങ്കിൽ 16 എത്ര? X 37 ആകുമ്പോൾ 37-ന് 92.5 ആണെങ്കിൽ 16 എത്ര? ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. 37 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നൊരു വാല്യൂ ആയിരിക്കും ഇത്. നോക്കാം. 37 37 × 2. അതെ, 37 × 2 74. 74-ലൂടെ എത്ര കൂട്ടുന്നത്? 74 17 17 17 17 175 175 37 × 185 18 ആണല്ലോ വരുന്നത്. അതെ 18 ആണ് 77 18 ആണ് 185. 37 × 5 ആണ്. 2.5 × 16. 2.5 എന്ന് പറഞ്ഞാൽ 10/4 ആണ്. അപ്പോൾ 10/4 എന്ന് പറയുമ്പോൾ 4 16 4 4 × 10 ആൻസർ കിട്ടും.
അല്ലേ? 2.5 എന്ന് പറഞ്ഞാൽ 10/4 കാൽക്കുലേഷനൊക്കെ ഇങ്ങനെ, ഇതാണ് ട്രിക്ക് എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത P is the third proportion. P is the third proportion to 820 and Q is the fourth proportion to 3, 5, 24. Then find the value of 2P plus Q. അപ്പോൾ P തേർഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ രണ്ട് നമ്പറിൻ്റെ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? B²/A ആണ്. പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20ൻ്റെ സ്ക്വയർ 400/8. 400/8 എന്ന് പറയുമ്പോൾ 50 കിട്ടും. പിയുടെ വാല്യൂ 50 ആണ്. 2 ഗുണം P 100 വന്നു പ്ലസ് Q. പഠിച്ച സാധനം നമ്മളിങ്ങനെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. Q എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡൗട്ടുള്ളത് ചോദിക്കാം. Q is the fourth proportion. അപ്പോൾ 3, 5, 24 വാല്യൂ. അപ്പോൾ ഒന്നാമത്തെ മൂന്നാമത്തെ ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും ഈ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചാണ്. ഇതാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. 3 24 8 കൊണ്ട് വിളിച്ചു. 5 ഇതാവാൻ എത്ര ഉണ്ട്? നമ്മൾ 8 കൊണ്ട് വിളിക്കണം. ക്യൂവിൻ്റെ വാല്യൂ എന്ത് വന്നു? 40 വന്നു. അപ്പോൾ 2P പ്ലസ് ക്യൂവിന് 40 കൊടുത്താൽ 100 40 140. ഓപ്ഷൻ എ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത് when x is subtracted from each of 21, 22, 60 and 64, the numbers so obtained are in the order in proportion. What is the mean proportion between x plus 4 and x/2? നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇവിടെ നോർമലായിട്ട് ഈ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ എന്താ? 21ൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു, 22ൽ നിന്ന് എക്സ് കുറയ്ക്കുന്നു, 60ൽ നിന്നും എക്സ് കുറയ്ക്കുന്നു, 64ൽ നിന്നും എക്സ് കുറയ്ക്കുന്നു. ഇങ്ങനെ എക്സ് കുറച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന നമ്പേഴ്സ് പ്രപ്പോർഷൻ ആണെന്ന് പറയുന്നത്. ഇങ്ങനെ എക്സ് കണ്ടുപിടിക്കുക 67 21 21 ഗുണം എക്സ് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നിന്നാൽ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യത്തേ ഉള്ളൂ? പോത്തേ ഉള്ളൂ. അതാണ് ബേസിക് വഴി എന്ന് പറയുന്നത്. നമ്മളുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നമ്പറിനെ നേരെ എഴുതുക. 21, 22, 60, 64. എന്നിട്ട് ആദ്യത്തെ രണ്ട് നമ്പേഴ്സിൻ്റെ അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കുക. 21 - 22 എത്രയാണ്? 1 60 - 64 എത്രയാണ്? എന്നിട്ട് പോസിറ്റീവ് ഡിഫറൻസ് 4 ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്തു? ഡിഫറൻസ് എടുത്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ആവും. 4നെ 21 കൊണ്ട് വിളിച്ചു, 1നെ 60 കൊണ്ട് വിളിച്ചു. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ആവും. ഒന്നാമത്തെ രണ്ടാമത്തെ ഇവിടെ കിടക്കുന്ന വാല്യൂവിനെ ഫസ്റ്റ് വാല്യൂ ആയിട്ടും ഇവിടെ കിട്ടുന്ന ഡിഫറൻസിനെ മൂന്നാമത്തതുമായിട്ടും എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 21 ഗുണം 4 84 - 60 നമുക്ക് എന്ത് കിട്ടി? 24 കിട്ടി. ഈ 24 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഗ്യാപ്പ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഗ്യാപ്പിനെ ഈ ഒരു ഡിഫറൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. 4 1 നമ്മുടെ ഡിഫറൻസ് 3 ആണ്. 3 യൂണിറ്റിൻ്റെ വാല്യൂ 24 ആണ്. നമുക്ക് 1 യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കുമോ അതായിരിക്കും എക്സിൻ്റെ വാല്യൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 24/3 8. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 8 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? നമ്പേഴ്സ് എഴുതി, ഡിഫറൻസ് എടുത്തു ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ആ ഡിഫറൻസിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ആ സമ്മിൻ്റെ ഡിഫറൻസ് എടുത്തു. അതെന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഡിഫറൻസിൻ്റെ എത്രയാണോ? 1 യൂണിറ്റ് 4 കൊണ്ട് ആണെങ്കിൽ ആ ഡിഫറൻസ് 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 24. നമ്മൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ അതായിരിക്കും എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഇതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ റൂട്ട് ഓഫ് എക്സിന് ഞാൻ 8 കൊടുക്കുമ്പോൾ 8 4 12 ഇൻറ്റു മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും മീൻ പ്രൊപ്പോർഷൻ എന്താണ്? റൂട്ട് AB ആണ്. അപ്പോൾ ഇവിടെ 12 ഇൻറ്റു x/2 + 1 s/2 - 1. അപ്പോൾ x/2 എന്ന് പറഞ്ഞാൽ 8/2 4 4 - 1 5. അപ്പോൾ റൂട്ട് എക്സ് 8 അല്ലേ വന്നത്? എക്സിൻ്റെ വാല്യൂ 8 ആവുന്നത് 12 ഇൻറ്റു 4 - 1 ആണ് 3 ആണ്. ഓക്കെ, 12 ഇൻറ്റു 3 റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓപ്ഷൻ ബി കൊടുക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ മെത്തേഡ് പഠിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെത്തേഡ് പഠിച്ചോളുക. നിങ്ങൾ ബുക്കിലൊക്കെ ഒരുപാട് അല്ലാത്ത മെത്തേഡിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ചെയ്തേ. 145 is divided into 2 parts, A and B, such that A is to be 2:3. Also, A is to C proportional to C is to B and C greater than 0. Find the value of C correct to the nearest integer. അപ്പോൾ ഇവിടെ നമുക്ക് 2:3 2 parts A and B such that A is to B യും 2:3 എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. അത് നമുക്ക് എന്ത് പറയാം? A/B = 2/3 ആണ്. ഇപ്പോൾ 2:3 എന്ത് ചെയ്യുന്നു? 145നെ ഡിവൈഡ് ചെയ്യണം 2:3. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ടോട്ടൽ 2 യൂണിറ്റ് 3 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 3 ടോട്ടൽ 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 145. 5 145 ആണെങ്കിൽ എത്ര ഉണ്ടായി? 29 കൊണ്ട് വിളിച്ചിരുന്നത്. 29 ഗുണം 5 ആണ് 100 45. 2ൻ്റെ വാല്യൂ 2 ഗുണം 29 58. 3ൻ്റെ വാല്യൂ 3 ഗുണം 29 87 വരും. അങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് എയും ബിയും ഒറിജിനൽ വാല്യൂസ് കിട്ടി. ഇനി പറയുന്നു A is to C proportional to C is to B എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ A/C = C/B ആണ്, അല്ലെങ്കിൽ C² = AB ആണ്. സിയുടെ വാല്യൂ എന്ത് വരും? റൂട്ട് ഓഫ് AB. AB എന്ന് പറഞ്ഞാൽ 58 ഗുണം 87. 58 ഗുണം 87 ചെയ്യുമ്പോൾ നമുക്ക് നിയറസ്റ്റ് ഇൻറ്റിജറാണ് വരുന്നത്. 58 ഗുണം 87 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 58 ഗുണം 87 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. 57 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. 57 ഗുണം 7 എന്ന് പറയുമ്പോൾ 350
കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം മാഗ്നമെട്രി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ്, ആദ്യത്തെ വീഡിയോസ് കാൽക്കുലേഷൻ സ്പീഡിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് കാണും. 58 ഗുണം 7 350, 56 406 406 6 ശിഷ്ടം 40 58 8 400 67 467 40 504. അപ്പോൾ 504 6 5046 ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 5046. ഈ റൂട്ട് 5046 എന്ന് പറയുമ്പോൾ റൂട്ട് 4900 ആണെങ്കിൽ നമുക്കറിയാം 70 ആണ്. നമ്മുടെ ആൻസർ 70-ൽ കൂടുതലായിരിക്കും. എന്നാൽ 75-ൻ്റെ സ്ക്വയർ എത്ര? 75-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ഗുണം 8 56 25 സ്ക്വയറിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ 4900-ൻ്റെ അടുത്താണോ 5625-ൻ്റെ അടുത്താണോ? 4900-ൻ്റെ അടുത്താണ്. അതിനർത്ഥം നമ്മുടെ ആൻസർ എന്തായിരിക്കും? 70-യുടെ അടുത്തായിരിക്കും. 70-യുടെ അടുത്തുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ എ. 70-ൽ കൂടുതലായിരിക്കും, എന്നാൽ 70-ൻ്റെ അടുത്തുമായിരിക്കും. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? നമ്മൾ ആൻസർ കൊടുക്കും. ഇതൊന്നും നമുക്ക് വരുത്തൂല. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ ചെയ്യും നിങ്ങൾ? ഈ ഒരു വഴിയിൽ നോട്ട് എഴുതി നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത് ഇത്ര സ്പീഡിൽ തന്നെ ആയിരിക്കും ക്ലാസ്. കുറച്ച് സ്പീഡിൽ തന്നെ ആയിരിക്കും, എങ്കിലും എനിക്ക് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സ്പീഡ് കുറച്ച് കാണുക, വേണ്ടവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിരിക്കും. ഈ ലെവലൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. നിങ്ങൾ റെയിൽവേയിലെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കണം. പോരെ, എക്സ് ആൻഡ് വൈ ആർ ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആൻഡ് വൈ തന്നിട്ടുണ്ട് വെൻ എക്സ് ഇക്വൽ. അത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ? നേരത്തെ ചെയ്തതാണ്. 40 കിട്ടിയതാണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ വാല്യൂ A1/A2 ആണെങ്കിൽ ഇതെന്താണ്? B1/B2 ആണ്. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയും. ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് എസ്എസ്സിക്കാർക്ക് ഉപയോഗിക്കാം. റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേക്കാർ മാത്രമേ നല്ല. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് 37 ആണെങ്കിൽ വൈ എത്രയാണ്? 92 ആണ്. എന്നാൽ എക്സ് 16 ആയാൽ ഇത് എത്ര? 37 എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇത് വരുന്നത്? അതേ ഗുണം തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. 40 ആൻസർ കിട്ടും. അതാണ് നേരത്തെ ചെയ്തത്. 37 ആകുമ്പോൾ 92.5 ആണ്. എന്നാൽ 16 ആകുമ്പോൾ എത്ര? നമുക്ക് എന്ത് കിട്ടും? 40 ആൻസർ കിട്ടും. നേരത്തെ ചെയ്തത്. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ പ്രൊപ്പോർഷൻ ടു 1/b ഇതിനെയാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ A1/A2 എന്ന് പറയുന്നത് എന്താണ്? B2/B1 തിരിച്ച് ഇതിനാണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലായിരുന്നെങ്കിലോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ടൈപ്പ്, നെക്സ്റ്റ് ടൈപ്പ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തരുവാണ്. x/y ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. x/y ഈക്വൽ ടു z/r ഈക്വൽ ടു t/u. ഇതിൻ്റെ വാല്യൂ 4 എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനൊരു റേഷ്യോ തന്നേക്കും. x/y ഈക്വൽ ടു z/r ഈക്വൽ ടു t/u ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്ന വാല്യൂസ് എല്ലാം ഈക്വൽ ആയിരിക്കും. x പ്ലസ് z പ്ലസ് t ഡിവൈഡഡ് ബൈ y പ്ലസ് r പ്ലസ് u. അതും എന്ത് തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. രണ്ടാമത്തത് 2x പ്ലസ് 3z പ്ലസ് 40 ഡിവൈഡഡ് ബൈ 2y പ്ലസ് 3r പ്ലസ് 4u. ഇതും എന്ത് തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. മൂന്നാമത്തത് എന്തുകൊണ്ട് ചെയ്യാം? 5x മൈനസ് z പ്ലസ് 3t ഡിവൈഡഡ് ബൈ 5y മൈനസ് r പ്ലസ് 3u. ഇതും എന്ത് തന്നെ ആയിരിക്കും? 4/1. എല്ലാം എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? നമുക്ക് കുറച്ച് റേഷ്യോസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ ഓപ്പറേഷൻസ് എന്നാണ് ഇവിടെ സെയിം ആയി ചെയ്തേക്കുന്നത്. എല്ലാം സെയിം ടൈപ്പ് ഓപ്പറേഷനാണ്. സെയിം ടൈപ്പ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. എന്താ ഇവിടെ ചെയ്തത്? ഇവിടെ എക്സും ഇസഡും ടിയും ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടി ന്യൂമറേറ്റർ എഴുതി, ഡിനോമിനേറ്റർ എല്ലാം കൂടെ കൂട്ടി ഡിനോമിനേറ്റർ. അതേ പ്രോസസ് തന്നെ ഇവിടെ ചെയ്തു. അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും? സെയിം റേഷ്യോ. എൻ്റെ റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? അത് തന്നെ ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്തു? എക്സ് ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഗുണിച്ചു, ഡിനോമിനേറ്ററിനെ അതേ 2 കൊണ്ട് ഗുണിച്ചു, കൂട്ടി പ്ലസ് ഇസഡിനെ 3 കൊണ്ട് ഗുണിച്ചു, ഡിനോമിനേറ്ററിനെ 3 കൊണ്ട് ഗുണിച്ചു. പിന്നെ 4 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. സെയിം വാല്യൂ തന്നെ ഗുണിക്കണം. 4 4 3 3 2 2. അതും എന്ത് തന്നെ ആയിരിക്കും? ഒരേ ഓപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത്. അതും സെയിം വാല്യൂ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിനെ 5 കൊണ്ട് ഗുണിച്ചു, ഇവിടെ മൈനസ് കൊടുത്തു, ഇവിടെ മൈനസ് കൊടുക്കണം. ഇവിടെ പ്ലസ് കൊടുത്താൽ പോയി. ഇവിടെ പ്ലസ് 3 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഗുണിച്ചു. ഒരേ ഓപ്പറേഷൻ തന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്തിട്ടുണ്ട്. സെയിം ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ a/b ഈക്വൽ ടു c/d ഈക്വൽ ടു e/f ഈക്വൽ ടു 1/2 3a പ്ലസ് 5c പ്ലസ് 7e റേഷ്യോ 3b 5d 7f. കണ്ടോ? 3b ചോദിച്ചിരിക്കുന്നത് 3a പ്ലസ് 5c പ്ലസ് 7e ഡിവൈഡ് ബൈ 3b പ്ലസ് 5d പ്ലസ് 7f എന്ന് പറഞ്ഞാൽ എന്താ?
എ സി ഇ ആണ് നമ്മുടെ ന്യൂമറേറ്റേഴ്സ്, ഡി ഡി എഫ് ആണ് ഡിനോമിനേറ്റേഴ്സ്. സെയിം 3 കൊണ്ട് വിളിച്ചു 3 കൊണ്ട് വിളിച്ചു 5 കൊണ്ട് വിളിച്ചു 5 കൊണ്ട് വിളിച്ചു 7 കൊണ്ട് വിളിച്ചു 7 കൊണ്ട് വിളിച്ചു. ഇത് എന്ത് തന്നെ ആയിരിക്കും 1/2 തന്നെ ആയിരിക്കും. അതാണ് ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കൊടുക്കാം. അപ്പോൾ ഇവിടെ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു ഇ ബൈ എഫ് ഈക്വൽ ടു 1/2 ആണ്. ഇതിൽ എന്ത് നിങ്ങൾ ചെയ്താലും ഇത് തിരിച്ചെഴുതിയാലും ബി ബൈ എ ഈക്വൽ ടു ഡി ബൈ സി ഈക്വൽ ടു എഫ് ബൈ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും 2 ആയിരിക്കും. എങ്ങനെയാണെങ്കിലും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് വരും അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രീവിയസ് വന്നിട്ടുള്ളത്. പഠിച്ചിട്ട് പോയില്ലെങ്കിൽ നഷ്ടമാണ്. കുറച്ച് സമയം കൊണ്ട് എത്ര ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തതെന്ന് നിങ്ങൾ ഈ ഒറ്റ ക്ലാസ് മാത്രം കണ്ടാൽ മതി എത്ര ക്വസ്റ്റ്യൻ കണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ സിലബസ് ഇതേപോലെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്താൽ ചെയ്യണം. ഇഫ് പി ബൈ ക്യൂ ഈക്വൽ ടു ആർ ബൈ എസ് ഈക്വൽ ടു ടി ബൈ യു ഈക്വൽ ടു 2/5 ആണെങ്കിൽ വാട്ട് ഇസ് വാല്യൂ ഓഫ് 4p 3r 70 ഡിവൈഡ് ബൈ 4 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 4 കൊണ്ട് ഗുണിക്കുന്നു, ക്യൂവിനെ 3 കൊണ്ട് ഗുണിക്കുന്നു 3 കൊണ്ട് ഗുണിക്കുന്നു, യുവിൽ ഇവിടെ 7 കൊണ്ട് ഗുണിക്കുന്നു, ഇവിടെ 7 കൊണ്ട് ഗുണിക്കുന്നു. സെയിം വാല്യൂ 2/5 തന്നെ വരും. ഓപ്ഷന് ഒരു പേന എടുക്കാതെ എന്ത് ചെയ്യാം ചെയ്യും. അടുത്ത ചെയ്തേ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു 3/2. ദെൻ 13a മൈനസ് 111c ബൈ 13b മൈനസ് 113. ഇവിടെ എ ബൈ ബിയും സി ബൈ ഡിയും എന്താണ് 3/2 ആണ്. എക്ക് 3 കൊടുക്കാം, സിക്ക് 3 കൊടുക്കാം, ബിക്ക് 2 കൊടുക്കാം, ഡിക്ക് 2 കൊടുക്കാം. കാര്യം ഇവിടെ എല്ലാത്തിൻ്റെയും എന്താണ് ഇവിടെ എക്സ് 3x 2x എന്ന് കൊടുത്താൽ 3x 2x എന്ന് കൊടുത്താൽ എന്താ വരത്തുള്ളൂ, ആ എക്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, എക്ക് 2 കൊടുക്കാം. ഇവിടെ എക്ക് 2 കൊടുക്കണമെന്നില്ല, കൊടുക്കണ്ട, വാല്യൂ കൊടുക്കണ്ട. ഇവിടെ നോക്ക് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഈക്വൽ ടു 3/2 ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, 13 കൊണ്ട് എ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സി എ 111 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ന്യൂമറേറ്ററിന് ഡിവൈഡ് ബൈ മൈനസ് കൊടുക്കുന്നു. ഇതിനെനിക്ക് 13a ബൈ ഓക്കെ ഇങ്ങനെ തന്നെ സെയിം ഓപ്പറേഷൻ തന്നെ ചെയ്യുന്നു. താഴെ എന്ത് ചെയ്യുന്നു, സെയിം ഓപ്പറേഷൻ തന്നെ ചെയ്യുന്നു. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 13 കൊണ്ട് ഗുണിക്കുന്നു, മൈനസ് കൊടുക്കുന്നു. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 111 കൊണ്ട് ഗുണിക്കുന്നു. സെയിം വാല്യൂ തന്നെ ആയിരിക്കും. നിങ്ങൾ വാല്യൂ എക്ക് 3ഉം ബിക്ക് 2ഉം കൊടുത്താലും എന്ത് ചെയ്യും, വാല്യൂ സെയിം തന്നെ വരത്തുള്ളൂ. ഇതെന്ത് തന്നെ വരത്തുള്ളൂ, 3/2 തന്നെ വരത്തുള്ളൂ. ഓപ്ഷൻ ഈ പ്രോപ്പർട്ടി പഠിച്ചുകൊണ്ടുള്ള ഗുണമാണ്. സെയിം ഓപ്പറേഷൻ ആണ് അവിടെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെയിം ആണ് ചെയ്യുന്നത്. 13 കൊണ്ട് ന്യൂമറേറ്റർ 13 കൊണ്ട് ഡിനോമിനേറ്റർ. സിയിൽ 111 കൊണ്ട് ഗുണിക്കുന്നു, ഡിയിൽ 111 കൊണ്ട് ഗുണിക്കുന്നു. സെയിം ഓപ്പറേഷൻ, ഇടയ്ക്ക് മൈനസ് ഇടയ്ക്ക് മൈനസ്. അത് മാറിയാൽ പ്രശ്നം വരും കേട്ടോ. ഇത് ഇന്ന് പഠിച്ചതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സമയം വളരെ കുറച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എയും ബി ആർ ഓഫ് ദ സെയിം സൈൻ ആൻഡ് 3a² - 8b² റേഷ്യോ 4a² + b² 2:1 ആണ്. then a is to b. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണോ നിങ്ങൾ, 3a² - 8b² ഡിവൈഡ് ബൈ a² + 4b² വാല്യൂ 2/1 ആണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് 3a², a² മാത്രം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. ഇവിടെ 3a² 2a², 3a² മൈനസ് ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് ആവും, 3a² - 2a² a² വരും ഈക്വൽ ടു ഇവിടെ -8b², അപ്പുറത്ത് പോകുമ്പോൾ +8b², ഇവിടെ 4b² ഓൾറെഡി ഉണ്ട്, 12b² എന്ന് വരും. 12 വരുന്നത്. ഇവിടെ 8ഉം അവിടെ 8 ഇട്ട് 16b² എന്ന് വരും. a² b² വാല്യൂ 16/1 എന്ന് വന്നു. a/b റൂട്ട് എടുക്കുമ്പോൾ 4/1 എന്ന് വന്നു. a/b 4:1 ഓപ്ഷൻ. അപ്പം ഇങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ. ഇവിടെ 3a² - 8b². ഇത് ഇത്ര എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒന്നാണ് നിങ്ങൾ ഭയങ്കര സ്ലോ ആണ്. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ CGL ഒക്കെ പഠിക്കുന്നവരുണ്ട്. NTPC-കാർക്ക് ഏറ്റവും വെല്ലുവിളി ആരാണ്, CGL പഠിക്കുന്നവരാണ്. അവരെന്ത് ചെയ്യും, ഇത് നോക്കി തന്നെ ചെയ്യും. നോക്കി തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇത് താഴെ വരും, അതേ ഈക്വൽ ടു 2 ഇൻറ്റു. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 1 ഇൻറ്റു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അടുത്തടുത്തുള്ള അകത്തുള്ളത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ ഉള്ളത് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ പ്രപ്പോർഷണൽ തന്നെയാണ്. അകത്തുള്ള പ്രോഡക്റ്റ് പുറത്തുള്ള പ്രോഡക്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം, പേന എടുക്കാതെ ചെയ്യാം, ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ 2 × a², ഇവിടെ 3a², 2a², 3a² - a², 2a² a² വരും ഈക്വൽ ടു ഇവിടെ -8b², ഇവിടെ +8b², മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ +8b², 8 തൊട്ട് 16b². അപ്പോൾ 16 a²/b² വന്നു. a/b എന്ന് പറഞ്ഞാൽ റൂട്ട് എടുത്തു 4/1. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ തീർക്കാം. അതിനു വേണ്ടി പ്രാക്ടീസ് മാത്രമാണ് ഏക വഴി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, ax² + by² ഇതാണ്. ആൻഡ് xy² + ab² ബൈ xy² - ab² വാല്യൂ ഇതാണ്. വാട്ട്സ് വാല്യൂ ഓഫ് x² റേഷ്യോ b². എങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം,
ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഇന്ന് 13 ഇത് ഇവിടെ നോക്കി എഴുതുക, ചുമ്മാ ഉള്ള സ്റ്റെപ്പ് എല്ലാം കൂടെ എഴുതണ്ട. 13 77 ഡിഫറൻസ് എടുക്കുമ്പോൾ 64 അതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഇവിടെ 13 BY² -77 ഇവിടെ 13 -77 ഇപ്പുറത്ത് പോകുമ്പോൾ 90 BY² ഈക്വൽ ടു 90 BY² എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിൽക്കട്ടെ. അടുത്ത ഇക്വേഷൻ എന്ത് ചെയ്യാം? 7XY² 17XY². അപ്പോൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 10XY² വന്നു. റൈറ്റ് സൈഡിലാണ് പോയത്. ഇവിടെ 7AB², ഇവിടെ -17AB² ഇപ്പുറത്ത് വരുമ്പോൾ +17AB², 24AB² എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് x² B² വാല്യൂ വേണം. y എന്ന് പറഞ്ഞ സാധനം അതിനകത്തില്ല, എക്സും ബിയും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? y-യുടെ വാല്യൂ ഇവിടുന്ന് കൊടുക്കാം. y² വാല്യൂ നമുക്ക് ഇവിടുന്ന് എഴുതാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ്, നല്ല ക്വസ്റ്റ്യനാണ്. y² വാല്യൂ എന്ത് കിട്ടും? 64/90 b × ax² കിട്ടും. അതായത് ഇവിടെ കൊടുത്താലോ 10 × x × y² വരും 64ax² / 90b ഈക്വൽ ടു 24ab² എന്ന് വരും. കോമൺ ആയിട്ടുള്ള വെട്ടിക്കളയാം. ഇവിടെ a ഉണ്ട്, ഇവിടെ a ഉണ്ട്. ഈ ഒരു 0 പോയി. പിന്നെ എന്ത് ചെയ്യാം? യെസ്, 8 വെച്ചിട്ടും ഇവിടെ 3, 8 വെച്ചിട്ടും ഇവിടെ 8 വന്നു. ഇനി എന്തുള്ളത്? ഇവിടെ x³ ഇവിടെ b³. ഓക്കെ, x³ കണ്ടോ, എക്സും ബിയും വന്നു. x³ b³ വാല്യൂ എന്ത് വന്നു? നമുക്ക് 9 3 27/8 വന്നു. x/b എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എടുക്കുക, 3a/2 വന്നു. എക്സ് 3 ആണെങ്കിൽ b 2 ആണ്. നമുക്ക് x² b² എന്ത് വരും? 3ന്റെ സ്ക്വയർ 9 4. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പോൾ കഴിഞ്ഞു. റേഷ്യോ പ്രൊപ്പോർഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷൻ NTPC ലെവലിൽ, NTPC ഗ്രൂപ്പ് ഡി ലെവലിൽ ഫൗണ്ടേഷൻ കുറേ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കി ക്ലാസ്സിലെല്ലാം കാണുക. മാഗ്നമെട്രി ഇടുന്ന എല്ലാ ക്ലാസ്സിലും നിങ്ങൾ കാണുക. അതെല്ലാം നിങ്ങൾക്ക് ഏകലവ്യ ബാച്ചും എല്ലാം, ഏകലവ്യ അർജുന എല്ലാം നിങ്ങൾക്ക് NTPCക്കും യൂസ്ഫുൾ ആണ്. എല്ലാ ക്ലാസ്സുകളും SSCക്ക് വേണ്ടി ഇന്ന സാധനം, റെയിൽവേക്ക് വേണ്ടി ഇന്ന സാധനമല്ല. റെയിൽവേ ലെവലിലുള്ള ഫൗണ്ടേഷനിൽ റേഷ്യോ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമ്മുടെ പെർസെൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ NTPCക്ക് മുമ്പ് മാക്സിമം ക്ലാസ് തരും. കംപ്ലീറ്റ് ആക്കുമെന്ന് ഞാൻ ഉറപ്പ് തരത്തില്ല. 2 ക്ലാസ് വെച്ച് ഒരാഴ്ച തരും എന്നുള്ള ഒരു ഉറപ്പ് തരും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നോട്ടൊക്കെ ഇന്ന് തന്നെ ടെലിഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.